ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർമാനമായിട്ട് പ്രഭാത സന്ദേശം പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. കഠിന വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടം അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടിയിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, ഹിദ്യർ, അമേരിയർ, പെരിസ്യർ, ഹിബ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനുമായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. ദൈവം അവരുടെ നിലവിളി. കുറേ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ, ദൈവത്തിന് സ്തോത്രം, അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു, നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ഹല്ലേലൂയ. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമമോർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരെ അറിഞ്ഞു. നമുക്ക് എത്ര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, ഇസാക്കിനോട് ചെയ്ത വാഗ്ദത്തം, ദൈവത്തിന് സ്തോത്രം, യാക്കോബിനോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോസഫ് മിസ്രയീമിലായിരുന്നപ്പോൾ യാക്കോബിനെ കൊണ്ടുപോകുവാനായിട്ട് രഥങ്ങളും കുതിരകളും ഒക്കെ കടന്നു വന്ന് യാക്കോബ്, ഹല്ലേലൂയ, ആ മിസ്രയീമിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇരിക്കുമ്പോൾ ദൈവം യാക്കോബിന് പ്രത്യക്ഷനായിട്ട് യാക്കോബിനോട് പറയുന്ന വാക്യങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ, യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം. അവരോട് പറഞ്ഞ വാക്യത്വമാണ്. ഞാൻ മിസ്രയീമിൽ നിങ്ങളെ വലിയൊരു ജാതിയാക്കും. നമുക്കറിയാം, ഏറ്റവും അധികമായിട്ട് ഇവർ വർദ്ധിച്ചു വന്നെന്ന ഇസ്രായേൽ ജനം മിസ്രയീമിൽ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ യോസഫിനെ അറിയാത്ത ഒരു, ദൈവത്തിന് സ്തോത്രം, ഫറവോൻ അവിടെ അധികാരമേറ്റു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അധികാരമേറ്റു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് കണ്ടിട്ട്, ഹല്ലേലൂയ, അവർക്ക് ദൈവത്തിന് സ്തോത്രം അടിമവേല ചെയ്യുവാനായിട്ട് അവരെ ഏൽപ്പിച്ചു എന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണാം. 400 വർഷക്കാലം മിസ്രയീമിൽ ഇസ്രായേൽ മക്കൾ അടിമവേല ചെയ്തു എന്ന് ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടെന്ന് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തിയെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ നിലവിളി, ഹല്ലേലൂയ, ദൈവസന്നിധിയിലെത്തും. യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഇന്ന് രാവിലെ, ഹല്ലേലൂയ, വേദനയോട് ഭാരത്തോടായിരിക്കുന്ന ജീവിതങ്ങളെ, നിങ്ങൾ കരയുന്ന വിഷയങ്ങളുടെ മേൽ, ദൈവത്തിന് സ്തോത്രം, കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന് മേൽ ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, ആ വിഷയത്തിൻ്റെ മേലുള്ളതായ പരിഹാരമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ നിലവിളി എവിടെ എത്തും? ദൈവസന്നിധിയിലെത്തും. യാതൊരു സംശയവുമില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് എഴുതിയ, ദൈവം അവരുടെ നിലവിളി കേട്ടെന്ന്. എത്തുക തന്നെയല്ല, കർത്താവ് കേൾക്കും. പ്രിയമുള്ളവർ, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരുവനുണ്ടോ? നമ്മുടെ വേദന അറിയുന്ന ഒരുവനുണ്ടോ? അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ആ നല്ല കർത്താവ്, ഹല്ലേലൂയ, ആ കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കും. നമ്മുടെ നിലവിളി, ഹല്ലേലൂയ, അവൻ കേൾക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ദൈവത്തിന് സ്തോത്രം, അവരുടെ നിലവിളി കേട്ടെന്ന. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മളെ മറന്നു കളയാതെ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
നമ്മുടെ കണ്ണുനീരിനെയും വേദനയും കണ്ട് മനസ്സലിയുന്ന ഒരു നല്ല കർത്താവ്. അവൻ നമ്മളെ ഓർക്കുമെന്ന ദൈവജനം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓർത്തിരിക്കുന്ന ഹാലലുയ 115 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവരെ ഓർത്തു, അവരോടുള്ള നിയമം ഓർത്തു. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ നിയമം ഓർത്തു. ഞാൻ മുമ്പേ വായിച്ചല്ലോ, യാക്കോബിനോട് എന്താ പറഞ്ഞത്? നിന്നെ മടക്കി വരുത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. ആ നിയമം ഓർത്തു, ദൈവം തമ്പുരാൻ ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചെന്ന ദൈവം അവരെ അറിഞ്ഞു. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ അറിയുന്നവൻ വാസ്തവമായി നമ്മളെ അറിയുന്നവൻ, നമ്മുടെ വേദന അറിയുന്നവൻ, നമ്മുടെ ഭാരം അറിയുന്നവൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരു ദൈവത്തെ പ്രിയമുള്ളവർ നമ്മൾ ആരാധിക്കുന്നത്. അവരെ അറിഞ്ഞെന്ന. എന്നിട്ട് നമുക്കറിയാം, പിന്നെ മോശയുടെ ജനനത്തെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ ജനനത്തെക്കുറിച്ച് 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. 3 വയസ്സിന് താഴെയുള്ള എല്ലാ ജനിക്കുന്ന പൈതങ്ങളെ കൊന്നുകളയണമെന്ന് ഫറവോനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേലിൽ നമുക്കറിയാം, ദൈവം ഏറ്റവും പെരുകി വന്നു ഇസ്രായേൽ ജനം. അവിടെ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഫറവോ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേലിൽ ദൈവത്തിന് സ്തോത്രം, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ജനിക്കുന്ന ആൺ പൈതങ്ങളെയെല്ലാം കൊന്നുകളയണമെന്ന്. എന്നാൽ എന്ന് മോശ ജനിച്ചപ്പോൾ അവൻ ശിശു സുന്ദരന നമ്മയപ്പന്മാർ കണ്ടു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പ്രിയമുള്ളവരെ. എന്നാൽ അവനെ 3 മാസം ഒളിപ്പിച്ച് വെച്ചു. നൈൽ നദിയിൽ കൊണ്ടിട്ടു. ദൈവ പെട്ടകമുണ്ടാക്കി നൈൽ നദിയിലിട്ടു. ഫറവോന്റെ പുത്രി അവിടെ കുളിക്കുവാൻ വന്നപ്പോൾ അവനെ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയതായിട്ട് ദൈവവചനം അവന് രാജകൊട്ടാരത്തിൽ വളർന്നു. ദൈവത്തിന് സ്തോത്രം. പശ്ചാത്തലമൊക്കെ അറിയാം. എന്നാൽ ദൈവത്തിന് സ്തോത്രം, മോശ 40 വർഷം രാജകൊട്ടാരത്തിൽ വളർന്നിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ചരിത്രം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അവൻ അവിടെ തൻ്റെ അച്ഛൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട്, ഇത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ 40 വർഷം കഴിഞ്ഞ മോശയുടെ ജീവിതം എപ്രകാരമായിരുന്നുവെന്ന് ദൈവത്തിനെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ ഒരു മുൾപ്പടർപ്പ് കാണുകയാണ്. എവിടെയാണ് അവൻ? ഹോരേബിൽ ഗോഡം നടന്നു എന്നിട്ട് ഹോരേബിൽ ഒരു മുൾപ്പടർപ്പ് കാണുകയാണ്. ആ മുൾപ്പടർപ്പിൽ നോക്കുമ്പോൾ അത് വെന്തു പോകുന്നില്ല. ഇതെന്തെന്ന് കാണുവാൻ അവൻ അടുത്ത് ചെന്നപ്പോൾ മുൾപ്പടർപ്പിൽ നിന്നൊരു സൗണ്ട്. എന്താ നീ നോക്കേണ്ടത്? അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശയെ എന്ന് വിളിച്ചു. അതിനെ അവൻ ഇതാ ഞാനെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. അവിടെയും പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നീ ഇങ്ങോട്ട് അടുത്ത് വരരുത്. എന്നിട്ട് അവനോട് പറയുന്ന, മോശയോട് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. യഹോവ അരുളി ചെയ്തത് എത്ര കാര്യങ്ങളാ. മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. ഒന്ന്, യേശു കഷ്ടത, തമ്പുരാൻ കഷ്ടത കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ പ്രിയമുള്ളവരെ? നമ്മുടെ കഷ്ടത കാണുന്നവനാ, നമ്മുടെ വേദന അറിയുന്നവനാ. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? കഷ്ടത കാണുന്നവനാ, നമ്മുടെ വേദന അറിയുന്നവനാ. എന്നിട്ട് പറയുകയാണ്, കഠിന വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. നിലവിളി കേൾക്കുന്നവന്. 1, കഷ്ടത അറിയുന്നവന്. 2, നിലവിളി കേൾക്കുന്നവന്. അതാ 2-ാം അധ്യായം അവസാനം വാക്യമ്പോൾ നമ്മൾ കണ്ടത് ദൈവത്തിന് നമ്മുടെ നിലവിളി കേട്ടു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരെങ്കിലും കഷ്ടതയിലും വേദനയിലും രോഗത്തിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു കൊണ്ടുപോവാ. നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമുണ്ട്, നിങ്ങളുടെ കഷ്ടത കാണുന്ന ദൈവമുണ്ട്. അതിന് പരിഹാരം വരുത്തി തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നമ്മളോടുള്ള വാറ്റത്വങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. എന്നിട്ട് അവിടെ പറയുന്ന ഇങ്ങനെ, അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. എന്നിട്ട് അവിടുത്തെ ജനത്തെക്കുറിച്ച് കനാനിയർ, ഗിദ്യർ, അമേരിയർ, പെരിസ്യർ, ഗിബിയർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എത്ര കാര്യമാണ്. യഹോവ അവരുടെ മിസ്രൈമിലെ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. അവർ ആ ജനത്തിൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു.
കഠിന വിചാരകന്മാരിൽ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടം അറിയുന്നവൻ. നമ്മുടെ സങ്കടം അറിയുന്ന ഒരു നല്ല നാഥനുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അതിന്മേൽ പരിഹാരം വരുത്തി തരുന്ന ഒരു നല്ല കർത്താവ്. എന്നിട്ട് പറയുക, ഞാൻ ഇറങ്ങി വന്ന് എന്താ നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നല്ലത് ഒരുക്കുന്ന തമ്പുരാൻ, നമുക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴികൾ ഒരുക്കി നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാവിലെ മറന്നു പോകരുത്. എന്നിട്ട് പറയുക, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഞെരുക്കുന്ന വിധവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക. ദൈവത്തിന് സ്തോത്രം. മോശയോട് പറയുക, ഞാൻ കണ്ടിരിക്കുന്നു. 3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്, ഞാൻ അവരുടെ കഷ്ടത കണ്ടിരിക്കുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട് രാവിലെ നമ്മുടെ സങ്കടം അറിയുന്നവന്, നമ്മുടെ നിലവിളി കേൾക്കുന്നവൻ, നമ്മുടെ കഷ്ടത കാണുന്ന ഒരു നല്ല കർത്താവ്. അതിന് പരിഹാരവുമായി ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്ക്, പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക. അതിന് പരിഹാരം വരുത്തി തരുവാൻ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് പരിഹാരം അനുക്കാനാണ്, നമുക്ക് വേണ്ടി വിടുതൽ ഒരുക്കുന്നവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കഷ്ടത കാണുന്നവൻ, ഞങ്ങളുടെ വേദന അറിയുന്നവന്, ഞങ്ങളുടെ സങ്കടം കാണുന്നവൻ, ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നവന് രാവിലെ ഇറങ്ങി വന്നിരിക്കുന്നു. ഓർത്ത് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.